ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 63 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെയാണ്. അപ്പോൾ അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആൾജിബ്രായിക് ഫോം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്തുണ്ട് 5, 7, 9 ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ, സമാന്തര ശ്രേണിയാണ്. വിത്ത് ഫസ്റ്റ് ടേം എന്തായിരുന്നു? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5ഉം കോമൺ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത 2 ടേമുകൾ എടുത്തും അതിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന ടേമിൽ നിന്ന് തൊട്ട് ബാക്കത്തെ ടേം കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 7 - 5 2 ആയിരിക്കും. എന്ത് കോമൺ ഡിഫറൻസ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്? ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ജനറൽ ടേം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുക എക്സ് ആണ്. എക്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. എന്തായിരുന്നു? എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി എന്നാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതാണ് ഇനി ഈ സെക്ഷനിൽ മുഴുവൻ നമ്മൾ പ്രോബ്ലം ചെയ്യുക ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഫോർമുലയിൽ കൊടുത്തു നോക്കാം. അപ്പോൾ എല്ലാത്തിലും ഇനി കാണുക, എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു ഫോർമുല ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? എക്സ് n ഈക്വൽ ടു എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരുണ്ട്? 5 പ്ലസ് n - 1 ഇൻറ്റു ഡി എത്രയാണ്? 2. അപ്പോൾ എന്ത് വരും? 5 പ്ലസ് 2n - 2 എന്നാവും. അതായത് 2 ഇൻറ്റു n 2n, 2 ഇൻറ്റു -1 -2. ഇപ്പോൾ എന്ത് വരും? n ഉള്ള ടേമിനെ ആദ്യം എടുത്ത് എഴുതുന്നുണ്ട്. എപ്പോഴും അങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ സോൾവ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ n ഉള്ള ടേമിനെ ആദ്യം എടുത്ത് എഴുതും. അപ്പോൾ എന്ത് വരും? 2n വരും. പിന്നെ 5 - 2 ആയിട്ടുള്ള +3. ഓക്കെ, അപ്പോൾ 2n + 3 ആയിരിക്കും എന്ത് ജനറൽ ടേം. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ പറഞ്ഞ ഫ്രാക്ഷനിലെ ഡൗട്ട് ഉണ്ട് പറഞ്ഞു. സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ്, ഇക്വേഷനും തന്നെയാണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. അതേമാതിരി ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. വേറെ തെറ്റാൻ സാധ്യതയൊന്നുമില്ല. എനിവേ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതുന്നുണ്ട്. എന്ത് വരും? 1/2, 2/3, ഒരു 5/6, 7/6 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഡൗട്ട് ഉള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക? ഇവിടെ ഒരു ഫസ്റ്റ് ടേം ഉണ്ട്. നമുക്കിപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഏതെങ്കിലും 2 ടേം, ഇപ്പോൾ തൊട്ടടുത്ത 2 ടേംസ് എടുത്തു. നേരത്തെ തന്നെ ഫസ്റ്റത്തെ 2 ടേംസ് എടുത്തു. ഫസ്റ്റ് ടേം ഞാൻ ആദ്യം എഴുതുന്നുണ്ട് 1/2. കോമൺ ഡിഫറൻസ് എന്ത് വരും? മുന്നിൽ നിൽക്കുന്ന ടേമിൽ നിന്ന് തൊട്ട് പിന്നത്തെ ടേം ആയിട്ടുള്ള 1/2 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 2/3 - 1/2. ഇനി ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയുമെന്ന് കരുതുന്നു. അതറിയാനായിട്ടാണ് മനസ്സിലാവാത്തതെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ അറിയണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ബ്രിഡ്ജ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പറയുന്നുണ്ട് ഫ്രാക്ഷൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ക്ലിയർ ആക്കുക അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിലൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇതെന്ത് വരും? ക്രോസ് ചെയ്യുക. 2 × 2 4. പിന്നെ എന്ത് വരും? 1 × 3 -3. ഓക്കെ, മൈനസ് ആണ് സെൻറ്ററിൽ. 1 × 3 3 ബൈ ഡിനോമിനേറ്ററിൽ 3 × 2 6. അപ്പോൾ എന്ത് വരും? 1/6. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഇക്വേഷൻ? എക്സ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി ആണ്. നമ്മൾ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ. അപ്പോൾ എക്സ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാണ്? 1/2 ആണ്. 1/2 പ്ലസ് n - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/6 ആണ്. അപ്പോൾ എന്ത് വരും? 1/2 പ്ലസ് 1/6 ഇൻറ്റു n എന്ത് വരും? 1/6. n 1/6 ഇൻറ്റു -1 എന്ത് വരും? -1/6. നേരത്തെ മാതിരി തന്നെ, നേരത്തെ നമ്മളിവിടെ ചെയ്ത മാതിരി n ഉള്ള ടേമിനെ ആദ്യം എടുത്ത് എഴുതുന്നുണ്ട്. ആണോ? എന്ത് വരും? 1/6 n എഴുതി. ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു +1/2 ഉണ്ട്, -1/6 ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ അങ്ങോട്ട് സോൾവ് ചെയ്ത് എഴുതും. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ സോൾവ് ചെയ്ത് എഴുതാൻ പോകണം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ സൈഡിൽ ചെയ്യുന്നുണ്ട്. 1/2 - 1/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? 6 - 2 6 - 2 ബൈ ഡിനോമിനേറ്റർ എന്ത് വരും? 6 × 2 അല്ലെങ്കിൽ 12. അപ്പോൾ എന്ത് വരും? 6 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/12 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്നാവും കേട്ടോ. ഇങ്ങനെ ക്യാൻസൽ ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ? 4 വെച്ച് കഴിഞ്ഞാൽ 4 × 1 12. നമുക്ക് 4 × 3 എന്ന് എഴുതി കൂടെ? 4ഉം 4ഉം ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ 1/3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് ബാക്കി എന്തുണ്ടാവും? ഇതിപ്പോൾ നമുക്ക് ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി? 1/3 എന്ന് കിട്ടി.
ക്ലിയർ ആണോ? ഇതായിരിക്കും എന്ത് നമ്മുടെ എക്സ് ഇതായിരിക്കും നമുക്ക് വേണ്ട ഓൾജിബ്രായിക് ഫോം. ഓക്കെ ആണോ? ഇനി ഇനി ഒരു ഡൗട്ട്, ഈ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി അറിയണം കേട്ടോ. മിക്സഡ് ഫ്രാക്ഷൻ ഇപ്പൊ നമുക്ക് ഇങ്ങനെ 1/2 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫ്രാക്ഷൻക്ക് മാറ്റാം? ഇത് ഏത് രൂപത്തിലാണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷന് എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാന്ന് കൂടി അറിയണം. ഈ 1/2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1 + 1/2. അതായത് ഇത് വായിക്കുക 1.5 എന്നല്ലേ. 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂടെ അര കൂട്ടിയത്. അപ്പൊ ഇതിന് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? ഇതിനെങ്ങനെ സോൾവ് ചെയ്യുക? ഒന്നിന് നമുക്ക് 1/1 എന്ന് എഴുതിക്കൂടെ? ഇനി സാധാ ഫ്രാക്ഷൻ പോലെ ഫ്രാക്ഷൻ ആഡ് ചെയ്യണ പോലെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 1 × 2 2, 1 × 1 1 ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ടാവും? 1 × 2 ആയിട്ടുള്ള 2 ഉണ്ടാവും. അപ്പൊ ആരുണ്ടാവും? 3/2 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ 3/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റി. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടെ ഇത് കൂടി മനസ്സിലാക്കി വെക്കട്ടോ. കാരണം ചില സീക്വൻസ് ഇങ്ങനെയൊക്കെ ആവും തരിക. 1 തരും, പിന്നെ 1/2 വരും. ഓക്കെ ആണോ? അടുത്തത് 2 തരും, അടുത്തത് 2/1/2 തരും. അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇതിനെ എന്തെഴുതാം? ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 3/2 എന്ന് എഴുതാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ഫ്രാക്ഷൻ ടു ഫ്രാക്ഷൻക്ക് ആക്കാൻ കൂടി അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ ശ്രദ്ധിച്ചോ. ഇതാ ഒരു 2/1/2, അതായത് 2.5. 2.5 എങ്ങനെയാവും നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻക്ക് എഴുതുക? 2 + 1/2 അല്ലെങ്കിൽ 2/1. വെറും 2 എഴുതിക്കാൻ 2/1. അപ്പോൾ ഇതെന്ത് വരും? 4 + 1 2 × 2 4 4 + 1/2 എന്ന് വരും. അല്ലെങ്കിൽ 5/2. കണ്ടോ? കറക്റ്റ് അല്ലേ? 5ന്റെ പകുതിയല്ലേ 2.5. ഇപ്പൊ 2.5 തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് എഴുതാൻ പറ്റും? 5.5. അപ്പൊ ഈ സീക്വൻസ് എങ്ങനെയാവും? നമ്മൾ ഈ എഴുതിയ സീക്വൻസ് 1 ഉണ്ടാവും, അടുത്ത 1/1/2 പകരം എന്തുണ്ടാവും? 3/2 ഉണ്ടാവും, 2 ഉണ്ടാവും, അടുത്ത എന്തുണ്ടാവും? 2/1/2 പകരം എന്തുണ്ടാവും? 5/2 ഉണ്ടാവും. ഇങ്ങനെ എഴുതാം. ഇതും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒക്കെ ഈ ഫോർമുലയിൽ പറയുന്ന മാതിരി തന്നെ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ കാണാം. പിന്നെ ബാക്കി ശ്രദ്ധിക്കുക. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ക്ലിയർ ആക്കുക കേട്ടോ. അപ്പോൾ അത് ഡൗട്ട് ഉള്ളവർ ബ്രിഡ്ജ് ക്ലാസ്സിലെ സെക്ഷൻ കണ്ടതിന് ശേഷം വരിക. അപ്പോൾ ഇത്രയും ക്ലിയർ ഉണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ കുറെ അരിത്തമാറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. അവയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 1 6 11 16. ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പൊ നമ്മുടെ അതിൽ ഫോർമുല ഉണ്ട്. എന്ത്? xn എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? f + n - 1 × d. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എല്ലാ ക്വസ്റ്റ്യനിലും ആവശ്യമുള്ളത്. എഫും വേണം, ഡിയും വേണം. ആണോ? അപ്പോൾ ഇവിടെ ആരൊക്കെ? ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ്. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് എത്രയാണ്? തൊട്ടടുത്ത ടേമിൽ കുറച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്താണ് ആഡ് ചെയ്ത് പോകുന്നത് അത്. അപ്പോൾ 6 - 1 5 ആണ് കോമൺ ഡിഫറൻസ്. ആണോ? നമുക്ക് xn കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ xn എന്ത് വരും? f + n - 1 × d ആണ്. f എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടി 1 ആണ്. അപ്പോൾ 1 + n - 1 × d എത്രയാണ്? 5. ഡൗട്ടില്ലല്ലോ. അപ്പോൾ എന്ത് വരും? 1 + 5 × n 5n 5 × -1 -5. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? n ഉള്ള ടേമിനെ ആദ്യം എടുത്ത് എഴുതും. 5n, പിന്നെ ആരൊക്കെ ഉണ്ട്? ഒരു +1 ഉണ്ട്, -5 ഉണ്ട്. വെറും 1 എഴുതി കഴിഞ്ഞതിൻ്റെ അർത്ഥം +1 എന്നല്ലേ. അപ്പോൾ എന്ത് വരും? 5n 1 - 5. അപ്പോൾ വലുതിന്ന് ചെറുത് കുറക്കുക. 5 - 1 ചെയ്യുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ ആയിട്ടുള്ള നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? -4 വരും. ക്ലിയർ ആണോ? അപ്പോൾ xn എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 5n - 4. ഇതായിരിക്കും ഫസ്റ്റ് ഇതിന്റെ ജനറൽ ടേം. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 7 12 17 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ xnന് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിന് ആരൊക്കെ വേണം? ഫസ്റ്റ് ടേം ഇവിടെ എന്താണ്? 2 ആണ്. കോമൺ ഡിഫറൻസ് എന്ത് ആണ്? 7 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. നമ്മുടെ കയ്യിൽ xn എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? f + n - 1 × d ആണ്. f എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + n - 1 × d 5 ആണ്. എന്ത് വരും? 2 + 5n - 5. പിന്നെ ആരൊക്കെയുണ്ട്? 5n ഉണ്ട്, ഒരു +2 ഉണ്ട്, -5 ഉണ്ട്. എന്ത് വരും? 5n വലുതിന്ന് ചെറുത് കുറക്കുക പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. വലുതിന്റെ സൈൻ ആയിട്ടുള്ള മൈനസ്, അപ്പോൾ -3 എന്ന് വരും. അപ്പോൾ xn = 5n - 3. ഡൗട്ടില്ലല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം.
തേർഡ് ക്വസ്റ്റ്യൻ 21, 32, 43, 54 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം ആര് വരും? 21 വരും. കോമൺ ഡിഫറൻസ് എന്ത് വരും? 32 മൈനസ് 21 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് 11 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എക്സിന് ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ടേം 21 എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 11 വരും. അപ്പോൾ 21 പ്ലസ് 11 മൈനസ് 11 വരും. അപ്പോൾ എൻ ഉള്ള ടേമിന് ആദ്യം എടുത്ത് എഴുതി. ബാക്കി 21 മൈനസ് 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ബാക്കി എന്തൊക്കെ ഉണ്ടാവും? പ്ലസ് 21 മൈനസ് 11. അപ്പോൾ 11 പ്ലസ് 10 അല്ല, 21 11 കുറച്ച് കഴിഞ്ഞാൽ 10 ആണോ? അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു 11 പ്ലസ് 10 എന്ന് വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നാലാമത്തെ ഇവിടെ തന്നെ നോക്കാവേ. നാലാമത്തെ എന്ത് വരും? 19, 28, 37 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 19 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മൈനസ് 19 ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഡൗട്ടില്ലല്ലോ? എങ്കിൽ നമ്മുടെ എക്സ് എൻ എന്ത് വരും? എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ആണ്. 19 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി 9 ആണ്. അപ്പോൾ എന്ത് വരും? 19 പ്ലസ് 9 മൈനസ് 9 എന്ന് വരും. അപ്പോൾ അല്ലെങ്കിൽ 9n ബാക്കി ഒന്നുണ്ടാവും. 19 മൈനസ് 9 ആണോ? പ്ലസ് 19 മൈനസ് 9. അപ്പോൾ ഇതെന്ത് വരും? 9n പ്ലസ് 10 എന്ന് വരും. 19 9 കുറച്ച് കഴിഞ്ഞാൽ 10. ക്ലിയർ ആണോ? അപ്പോൾ ഇതുവരെ ഡൗട്ടൊന്നും ഇല്ല കരുതുന്നു. ബാക്കി നമുക്ക് വേറൊരു സ്ലൈഡിൽ നോക്കാം കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1/2 2 നമ്മൾ നേരത്തെ പറഞ്ഞത് 2 1/2 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. ഇനി ഇതിന്ന് ഡയറക്റ്റ് കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം ചിലത് ഫ്രാക്ഷൻ അല്ല, ചിലത് നാച്ചുറൽ നമ്പർ, ചിലത് മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെയാണ്. അപ്പോൾ അത് ഈ മിക്സഡ് ഫ്രാക്ഷൻ ഞാൻ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നുണ്ട്. അപ്പോൾ 1 ഉണ്ടാവും. 1 1/2 നമ്മൾ എങ്ങനെ എഴുതാൻ പറഞ്ഞു? 1 ഇൻറ്റു 2, അതായത് 1 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് 1/2 ആണ്. അപ്പോൾ എന്ത് വരും? 1/1 പ്ലസ് 1/2 അല്ലെങ്കിൽ 2 പ്ലസ് 1 2+1/2 എന്ന് വരും, അല്ലെങ്കിൽ 3/2. അപ്പോൾ 1 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3/2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 2 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2/1 പ്ലസ് 1/2 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ 4+1/2 ആണ് 5/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഓക്കെ, 1 1/2 എന്ന് വരും 3/2, അടുത്തെന്ത് വരും? 2 വരും, അടുത്തെന്ത് വരും? 5/2 വരും. ഓക്കെ ആണോ? ഇനി നമുക്ക് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഒക്കെ കാണാം. ഫസ്റ്റ് ടേമിന് ഡൗട്ടൊന്നുമില്ല, 1 തന്നെയാണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? തൊട്ടടുത്ത 2 ടേം എടുക്കുക. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിന് ബാക്കത്തെ കുറയ്ക്കുക. 3/2 മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇതിനെങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. എന്ത് വരും? 3 മൈനസ് 2/2 എന്ന് വരും, അല്ലെങ്കിൽ 1/2 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. എഴുതി നോക്കാം. എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി 1/2 ആണ്. ക്ലിയർ ആണോ? എന്ത് വരും? 1 പ്ലസ് 1/2 ഇൻറ്റു എൻ 1/2 എൻ. ഓക്കെ ആണോ? മൈനസ് 1/2 ഇൻറ്റു 1, അപ്പോൾ മൈനസ് 1/2 എന്നായി. ബാക്കി ഇനി എന്നുള്ള ടേമിന് ആദ്യം എടുത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? 1/2 n വന്നു. ബാക്കി ആരുണ്ടാവും? 1 മൈനസ്, ബാക്കി ആരുണ്ടാവും? +1 ഉണ്ടാവും, മൈനസ് 1/2. ഇതിൻ്റെ അർത്ഥം എന്താണ്? 1ൽ നിന്ന് അര കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? എക്സ് എൻ ഈക്വൽ ടു 1/2 n ഉണ്ട്. പിന്നെ 1 അര പോയി കഴിഞ്ഞാൽ എന്ത് വരും? അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താക്കാം കേട്ടോ, അരാന്ന് വരും. 1/2 n പ്ലസ് 1/2 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനെ ഇനി 1/2നെ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു n പ്ലസ് 1 എന്നൊക്കെ എഴുതാം. ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചാലും മതി. ഇനി അറിയുന്നവർക്ക് ഇങ്ങനെയും എഴുതാം. തെറ്റിക്കരുത് കേട്ടോ. അറിയില്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ നിൽക്കരുത്, അവിടെ വെച്ച് നിർത്തുക. ഓക്കെ ആണോ? ഇനി 6th ക്വസ്റ്റ്യൻ 1/6, 1/3, 1/2 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം എന്താണ്? 1/6 ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് തൊട്ടടുത്ത 2 ടേം എടുക്കുക, തൊട്ട് ബാക്കത്തെ കുറയ്ക്കുക. ആണോ? അപ്പോൾ എന്ത് വരും? 1/3 മൈനസ് 1/6 എന്ന് വരും. എന്ത് വരും? 6 മൈനസ് 3, അതായത് 3/18 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/6 എന്ന് വരും കേട്ടോ.
അതായത് 3യും 18നും ക്യാൻസൽ ചെയ്തിട്ട് 3നെ നമുക്ക് 3 ഇൻറ്റു 1 എന്ന് എഴുതാം 8നെ നമുക്ക് 3 ഇൻറ്റു 6 എന്ന് എഴുതാം 3യും 3യും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും 1/6. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ് 1/6. ഫസ്റ്റ് ടേം എന്ത് തന്നെയാണ് 1/6. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും xn ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ്. അപ്പോൾ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/6 ആണ്. 1/6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് 1/6 തന്നെയാണ്. അപ്പോൾ ഇത് വരും 1/6 പ്ലസ് 1/6 n ആണോ 1/6 ഇൻറ്റു n 1/6 n 1/6 ഇൻറ്റു -1 -1/6 ഇനി ആരൊക്കെ ഉണ്ടാവും പ്ലസ് 1/6ഉം -1/6ഉം ക്യാൻസലായി ബാക്കി ആരെന്നെ ഉള്ളൂ 1/6 n. അപ്പോൾ xn ഈക്വൽ ടു 1/6 n കാരണം ഇത് ക്യാൻസലായി പോകും. ഇപ്പോൾ പ്ലസ് 0 എന്നാവും അത് എഴുതേണ്ട കാര്യമില്ലല്ലോ. ഐഡിയ കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നമ്മൾ ഇതേപോലെ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ താങ്ക് യു. പിന്നെ ഫ്രാക്ഷൻ്റെ കാര്യത്തിൽ ഡൗട്ട് അഡീഷൻ സബ്ട്രാക്ഷൻ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രിഡ്ജ് ക്ലാസ്സസിലുണ്ട്. അതേമാതിരി നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറയുന്ന വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അത് കണ്ടിട്ട് ക്ലിയർ ആക്കുക. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെയും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ താങ്ക് യു.